സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഭാരതീയർ. ലോക്കൽ സർക്കിൾസിന്റെ ഓൺലൈൻ സർവേയിൽ പങ്കെടുത്ത 61% പേരും സ്വർണം വാങ്ങുന്നത് നിർത്തിയേക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ 295ഓളം ജില്ലകളിലാണ് സർവേ നടന്നത്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചെയ്യുന്നുണ്ട്. ഐസൻ, ഒരു സുവർണ തീരുമാനം അല്ലെങ്കിൽ ഒരു സുവർണ നിർദ്ദേശമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണോ ഭാരതീയർ? എന്താണ് ഈ സർവേയിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന വിവരങ്ങൾ? ഒപ്പം പൊന്നിനെ തൽക്കാലം മാറ്റിവെക്കുമ്പോൾ അതൊരു പരിഭവത്തിനൊന്നും വലിയ ഇടയാക്കിയിട്ടില്ല അല്ലേ? അശ്വതി, തീർച്ചയായും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നിരിക്കുന്നത്. അതായത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സർവേയിൽ നടന്ന അന്വേഷണത്തിലാണ് 84,000-ഓളം പേർ പങ്കെടുത്ത രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടത്തിയ 300ഓളം ജില്ലകളിൽ നടത്തിയ ഒരു സർവേയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനമാണ് ഭാരതത്തിൻ്റെ ജനതയ്ക്ക് സ്വാഭാവികമായും ഉള്ളത് എന്നൊരു സൂചനയാണ് ലഭ്യമാകുന്നത്. അതായത് ഈ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാനോ തയ്യാറാണ് എന്ന രീതിയിലുള്ള മറുപടികളാണ് ഈ ഓൺലൈൻ സർവേയിൽ ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വൻതോതിൽ സ്വർണം ഇറക്കുമതി ചെയ്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. സ്വാഭാവികമായും സ്വർണത്തിൻ്റെ വിലവർധനയും അതൊരു നിക്ഷേപ സാധ്യതയുമായി കണ്ടെത്തിയതോടുകൂടി വൻതോതിൽ ആ സാധ്യതയിലേക്ക് ഒരു നിക്ഷേപ സാധ്യതയായി ജനങ്ങൾ അതിനെ കാണുകയും അത്തരത്തിൽ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സ്വാഭാവികമായും വൻതോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നൊരു സാഹചര്യം ഭാരതത്തിലുണ്ടാവുകയും അത് ഭാരതത്തിൻ്റെ വിദേശ നാണയ ശേഖരത്തെ പ്രതികൂലമായി ബാധിക്കുക. അതായത് വിദേശ നാണയം ഉപയോഗിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിദേശ നാണയ കരുതലിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തതോടെയാണ് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കണമെന്നൊരു നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയത്. സ്വാഭാവികമായും മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. എണ്ണയുടെ ഇമ്പോർട്ട് നടക്കുമ്പോൾ അതിന് വില വർദ്ധിച്ചതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടുതൽ നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തിൻ്റെ ഒരു പൊതുബോധം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെ ഒരു അടിസ്ഥാനമാകുന്ന പൊതുബോധത്തെ തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സർവേ പുറത്തു വന്നിരിക്കുന്നത്. സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത് 61% പേരും സർവേയിൽ പങ്കെടുത്ത 84,000-ഓളം പേരിൽ 61% പേരും ഒരു പാൻ ഇന്ത്യ തലത്തിൽ ഈ തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുകയോ ചെയ്യാൻ തയ്യാറാണെന്ന മറുപടിയാണ് ഈ ഓൺലൈൻ ക്വസ്റ്റനെയറിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാട് സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടി സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന് ജനങ്ങളോട് നടത്തിയ ആഹ്വാനം പൂർണ്ണമായും ജനങ്ങൾ അംഗീകരിക്കുകയും രാജ്യത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനത്തിൽ രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ്. മറ്റൊരു പ്രധാന വിഷയം കൂടി ഈ സർവേ റിപ്പോർട്ടിൽ നിന്നും പഠിക്കേണ്ടത് കുറെ കൂടി വിശ്വാസം അല്ലെങ്കിൽ വൻതോതിലുള്ള വിശ്വാസം ഭാരതത്തിലെ ജനങ്ങൾക്ക് സർക്കാരിനോട് ഉണ്ടാകുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം എന്നതിനപ്പുറം ജനങ്ങളിലെ സർക്കാരിൻ്റെ ഓരോരോ തീരുമാനങ്ങളിലും ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം വളർന്നിരിക്കുന്നു എന്നതിന് തെളിവ് കൂടിയായാണ് ഈ നിരീക്ഷണത്തെ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ ഈ സർവേ റിപ്പോർട്ടിനെ കണക്കാക്കേണ്ടത്. തീർച്ചയായും ഐസൻ, എന്തായാലും പലരുടെയും പൊള്ളയായ വാദങ്ങൾ കൂടിയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. കാരണം സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഇരു കൈയും നീട്ടി തന്നെയാണ് ഭാരതീയർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ യാതൊരുവിധ സംശയമില്ല. അത്തരത്തിലുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോക്കൽ സർക്കിൾസിന്റെ ഓൺലൈൻ സർവേയിൽ, അതായത് 295 ജില്ലകളിൽ നടന്ന സർവേയിലാണ് ഇത്തരത്തിലൊരു വിവരം നമുക്ക് ലഭ്യമായത്. ഐസനാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.